മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച റംസാൻ നിലാവ് പങ്ക്തി ക്രോഡീകരിച്ച് പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ പി.വി. ചന്ദ്രനിൽ നിന്നും സെയ്ദ് ഹാഷിം ശിഹാബ് തങ്ങൾ പുസ്തകം ഏറ്റുവാങ്ങി. ഇക്കഴിഞ്ഞ റംസാൻ മാസത്തിൽ മാതൃഭൂമി ദിനപത്രത്തിൽ ദിനംതോറും പ്രസിദ്ധീകരിച്ച റംസാൻ സന്ദേശങ്ങൾ റംസാൻ നിലാവ് ക്രോഡീകരിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ഫിസിക്സ് വകുപ്പ് മേധാവിയായ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. മാതൃഭൂമി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ പി.വി. ചന്ദ്രൻ, അറബിക് മ്യൂസിക് അക്കാദമി ചെയർമാൻ സയ്യിദ് ഹാഷിം ശിഹാബ് തങ്ങൾക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. നടക്കാവ് സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച് വികാരി റവറൻഡ് ഡോക്ടർ ടി.ഐ. ജെയിംസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് റംസാൻ നിലാവ് എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ നിങ്ങളോടുകൂടി ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് റംസാൻ നിലാവും വർഗീസ് മാത്യുവും തമ്മിലുള്ള ബന്ധമാണ് ഈ പുസ്തകത്തെ ഇത്രമാത്രം കാലിക പ്രസക്തി ഉള്ളതാക്കുന്നത്. ഇവിടെ ഒരു മതം മാത്രമല്ല ഒരു റംസാൻ ആഘോഷം. ആഘോഷങ്ങൾ വൈവിധ്യമുണ്ടെങ്കിലും അത് ആഘോഷിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ചന്ദ്രേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി എന്നൊരു പ്രസ്ഥാനം കോഴിക്കോട് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തകരാണ് ഇതിലെ ഞങ്ങൾ എല്ലാവരും തന്നെ. അതിന്റെ ഭാഗമായിട്ട് കൂടെ ഞാനിതിനെ കാണുകയാണ്. മതസൗഹാർദ്ദമാണ് മനുഷ്യനെ മതത്തെക്കാളപ്പുറമായിട്ട് മനുഷ്യർ പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയാണ് നമ്മെ ഭക്തരായിട്ടും ആത്മീകരായിട്ടും ജീവിപ്പിക്കുന്നത്. എല്ലാവിധമായുള്ള ഭാവങ്ങളും നേരുന്നു. ഇതുപോലെ ഇനിയും പ്രവർത്തിക്കുവാൻ സാറിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൂർ മഠം ചന്ദ്രൻ, ആറ്റക്കോയ പള്ളിക്കണ്ടി, ഗ്രന്ഥകാരൻ പ്രൊഫസർ വർഗീസ് മാത്യു എന്നിവരും സംസാരിച്ചു. മതങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹവും സാഹോദര്യവും സമൂഹത്തിൽ പങ്കുവെക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പാണ് റംസാൻ നിലാവ് എന്ന പുസ്തകം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാടിയും പാടാൻ വേദിയൊരുക്കിയും സംഗീത ലോകത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട കെ സലാമിനെ നഗരം